ഈ ബോട്ടിൽസ് ഉണ്ടോ? ഇത്രയും ബോട്ടിൽസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ 1-2 ദിവസത്തെ എക്സ്പീരിയൻസ് അല്ല പറയാൻ പോകുന്നത്. ഒരു 11 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് വലിയ 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 കുരുകൾ വന്നു തുടങ്ങിയായിരുന്നു. അതിന് മുന്നേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ക്ലിയർ ആയ സ്കിന്നിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു കെയർ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹോം റെമഡീസ് ഒക്കെ ചെയ്യും, നല്ലതായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഹോം റെമഡീസ് ഉണ്ട്. അപ്പം അത് മതി എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. അത് മതിയായിരുന്നു. നോർമൽ നല്ല അടിപൊളി സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര വലിയ 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 കുരുക്കൾ, ആ കുരു വന്നു കഴിഞ്ഞാൽ അതിന് വലിയ കറുത്ത കറുത്ത പാടുകൾ ഫേസിൽ ഇട്ടിട്ട് പോകുമായിരുന്നു. അത് അത്തരത്തിലായപ്പോൾ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചാൽ എനിക്ക് പ്രശ്നം എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഒബ്വിയസ്ലി നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും വരുമ്പോൾ ആകും പോയി കാണിക്കുന്നത് സ്കിൻ ഡോക്ടറിനെയാണ്. ഞാനും അതൊക്കെ തന്നെ ചെയ്തു. ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് മെഡിസിൻസ് യൂസ് ചെയ്ത്, ഓറൽ ടാബ്ലറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, ഫേസ് പാക്കും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഇൻറ്റേർണലി എക്സ്റ്റേണലി യൂസ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ഹോർമോണൽസിൽ ചേഞ്ചസ് അതിൻ്റെ പ്രോബ്ലം എൻ്റെ ഇന്നർ ബോഡിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വേറെ കുറേ ടെസ്റ്റുകളിൽ കൂടിയാണ്. അതിൻ്റെ ട്രീറ്റൊക്കെ ചെയ്തപ്പം എനിക്ക് കുറേയൊക്കെ ഓക്കെ ആയെങ്കിലും പാട് ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പോവത്തില്ല, എൻ്റെ സ്ഥലമാണിതെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു എന്ത് ചെയ്തിട്ടും. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, അന്ന് എനിക്ക് നീഡില്ലായിരുന്നു, ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഇന്ന് എനിക്ക് നീഡുണ്ട്, പ്രൊഡക്ട്സ് നല്ല ഗുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പിന്നെ കോമൺ ആയിട്ട് കേൾക്കുന്ന പേരാണ് ഡെർമാക്കോ. അപ്പം ഞാൻ ആ ഒരു സിറം തന്നെ യൂസ് ചെയ്യാമെന്ന്. അതും യൂസ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞാൽ വിട്ട് കളഞ്ഞ് ബ്രേക്ക് ചെയ്തൊക്കെ ദിവസങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാനത് കണ്ടിന്യൂസ് ചെയ്തു. എൻ്റെ ഒരു ലൈഫിലൊരു 3 മാറ്റം ഞാൻ വരുത്തി. ഒന്ന് എൻ്റെ ലൈഫ് സ്റ്റൈല്, ഒന്ന് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് ഒരു ഗുഡ് ഹെൽത്തി ഫുഡ്സിലൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി, ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. 2-3 വെച്ചാൽ ഒരു നല്ല സ്കിൻ കെയർ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ചെയ്തു, ബ്രേക്ക് ചെയ്യാതെ ഒരു 3-4 മാസം. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ കുരുക്കൾ വരുന്നത് പീരീഡ്സ് ആകുമ്പോൾ നോർമലി 1-2 വരെ പോവും. പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം വന്ന ഭയങ്കര ഹാർഡായ വലിയ വലിയ കുരുവിൻ്റെ പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോഴും ഉറപ്പൊന്നും പറയത്തില്ല ഇത് മാത്രമാണ് അതൊക്കെ ചെയ്തതെന്ന്. പക്ഷേ 3 കാര്യങ്ങൾ സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ഇതൊക്കെ തന്നെയാണല്ലോ. ഇത്രയും ബോട്ടിൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എത്ര സമയമായിട്ട് ഉപയോഗിച്ചിട്ട് വരുമെന്ന്. കണ്ടോ, ഇതൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ച ബോട്ടിലാണ്. ചെറുത് വാങ്ങിച്ചിട്ട് ഒന്ന് നമുക്ക് അറിഞ്ഞിട്ട് മതിയല്ലോ എന്ന് ഓർത്തന്നെ പിന്നെ ഞാൻ ഇത്രയും ബോട്ടിലായിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയർ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ക്ലെൻസറോ അതുപോലെ തന്നെ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല ക്ലീൻ ചെയ്തിട്ട് വരാം. ഫേസ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഡെർമാക്കോയുടെ നിയാസിനാമൈഡ് 10% സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 3 ഡ്രോപ്സ് എനിക്ക് ഇനഫായി തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 കൈ യൂസ് ചെയ്യാതെ 1-2 ഫിംഗർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. ഒട്ടും പ്രൊഡക്റ്റ് വേസ്റ്റ് ആവത്തില്ലല്ലോ. നല്ല വാട്ടർ കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അബ്സോർവ് ആവും. സ്കിന്നിനകത്ത് നല്ല ഡീപ്പായിട്ട് അബ്സോർവ് ആയിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചർ ബാരിയറിനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓയിൽ റെഡ്യൂസ് ചെയ്യാനോ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനോ സ്കിൻ ബാരിയറിനൊക്കെ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 10-5 മിനിറ്റ്സിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ ഞാൻ 1-2 സിറം കൂടി ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ 2ാമത്തെ സ്റ്റെപ്പിലെ സിറം എന്ന് പറയുന്നത് വേറൊരു സിറമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഞാനൊരു 15 ഡേയ്സ് എങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനൊരു ഒരാഴ്ചയായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, റെഗുലറായിട്ടല്ല യൂസ് ചെയ്യുന്നത്, വല്ലപ്പോഴും ഒക്കെ. അങ്ങനെ ബാക്ക് ടു നിയാസിനാമൈഡ് ഒരു വിറ്റമിൻ B3 ഒരു ഫോമും കൂടിയാണ്. ഇത് ചില ഫുഡിനകത്തൊക്കെ നമുക്ക് മീറ്റ്, വെജിറ്റബിൾസ്, ചില ഫുഡ്സിനകത്തൊക്കെ ഈ ഒരു നിയാസിനാമൈഡ് കണ്ടൻ്റ് ഉണ്ട്. പിന്നെ മോയ്സ്ചറൈസർ മസ്റ്റാട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ മോയ്സ്ചറൈസർ ഞാൻ ഒരുപാട് വെറൈറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും ഒരു ക്രീം മുഖത്ത് ഇടുമല്ലോ കുരു വരുന്നതിന് മുന്നേ, കുറേ കാലം മുന്നേയും ഞാൻ ഒരുപാട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ട്. സിറത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത് കൊണ്ടുവരുന്നത്, ഞാൻ അതാണ് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതിങ്ങനെ ആയിട്ടോ മേടിക്കാൻ സമയം കിട്ടാഞ്ഞിട്ട് ആക്ച്വലി. ഞാൻ നിൽക്കുന്ന ഈ ഏരിയയിലുണ്ടല്ലോ ഏകദേശം എല്ലാ പ്രൊഡക്റ്റും, നല്ല പ്രൊഡക്റ്റുകളൊക്കെ, കോമൺ ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഓഫ്ലൈൻ തന്നെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വാങ്ങിച്ചാൽ മതി. 5-6 ദിവസം ഞാനിതിനെ അങ്ങനെ ഓൺലൈനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യാത്തത്. പക്ഷേ ഇപ്പം ഡ്യൂട്ടി ബിസി കാരണം അതിലും സമയമില്ല എനിക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് പോകാം. അപ്പം നമ്മുടെ ബേസിക് സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ റൊട്ടീന്. ഇതാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡെയിലി ബേസിന് വേണ്ടി ഞാൻ ഇത്ര ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ബ്യൂട്ടി എൻഹാൻസിന് വേണ്ടുന്ന ഐബ്രോയും കൺമഷിയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്നല്ലാതെ ഇതാണ് ബേസ്. പിന്നെ ഞാൻ ലാസ്റ്റിൽ നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈമുട്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതിനാണോ ഒന്നും എനിക്കറിയത്തില്ല. ആ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഹാബിറ്റായി. പിന്നെ ഈ അക്കോളജിക്കൽ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഒരു ലിപ് ബാമും കൂടി ഇട്ട് നമ്മുടെ സംഭവം സെറ്റ്. ആദ്യമൊക്കെ എൻ്റെ കയ്യിലൊരു മോയ്സ്ചറൈസർ മാത്രമേ ഉണ്ടാവും കേട്ടോ. അത് വീട്ടിൽ പോകുമ്പോൾ
വീട്ടിൽ കിട്ടുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ കിട്ടുന്നത് എനിക്ക് കിട്ടുന്നതാണ് തോന്നിയത് ഞാൻ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഏത് ബ്രാൻഡാണ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം നോക്കിയേ ചെയ്യത്തുള്ളൂ. കാരണം നമ്മളെ സ്കിന്നും എയറും ഒക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റ.